ഈശോയ്ക്ക് നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 37-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമുക്ക് പ്രതിപാദന വിഷയമാക്കുന്നത് 1-ാം വാല്യത്തിൽ തന്നെ പറയുന്ന 27-ാമത്തെ അധ്യായത്തിലെ സീസറിൻ്റെ രാജ്യശാസനം അനുസരിച്ച് ജനസംഖ്യ നിശ്ചയിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു ഭാഗത്തെക്കുറിച്ചുള്ളൊരു പ്രതിപാദനവും അത് വിശുദ്ധ കന്യാമറിയത്തിലും ജോസഫിലും ഉയർത്തുന്ന വിഭിന്നമായിട്ടുള്ള ചിന്തകൾ, ധാരണകൾ, ബോധ്യങ്ങൾ, അത് ഉണ്ടാക്കുന്ന ആന്തരിക സംഘടനകൾ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. 36-ാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടത് വിശുദ്ധ യോസേപ്പിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും ഒരു ആന്തരിക സംഘടനം, അതിൽ നിന്ന് അവർ മോചനം നേടിയ അവസരം അതൊക്കെയായിരുന്നു. ഇപ്പോൾ അവർ പരസ്പരം ബഹുമാനത്തിലും സ്നേഹത്തിലുമൊക്കെ വളരെയധികം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അപ്രതീക്ഷിതമായിട്ട് ജോസഫ് ആ സിനഗോഗിൻ്റെ ഭിത്തിയിൽ പൊട്ടിച്ചിരിക്കുന്ന ഒരു നോട്ടീസ് കാണുകയാണ്. ആ നോട്ടീസിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഓരോരുത്തരും അവരുടെ ഗോത്രത്തിൻ്റെ ഉത്ഭവസ്ഥാനത്ത് പോയി ജനസംഖ്യ കണക്കുകൾ ബോധ്യപ്പെടുത്തണം. അങ്ങനെ വിശുദ്ധ യോസേപ്പ് യാക്കോബിൻ്റെ ആ പരമ്പരയിൽപ്പെട്ട ആളായതുകൊണ്ട് ബേത്ലഹേമിലേക്കാണ് പോകേണ്ടത്. ജോസഫ് വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ നോട്ടീസ് കാണുന്നത്. അവനാകെ പാടെ അസ്വസ്ഥനാകുകയാണ്, ആകുലപ്പെടുകയാണ്. കാരണം പരിശുദ്ധ കന്യാമറിയം പൂർണ്ണ ഗർഭിണിയാണ്. അവൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, അപരിചിതമായ നാട്ടിൽ അവിടെ വീടുമില്ല, ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും ഒന്നിച്ചു ചേരുന്ന സത്രത്തിൽ പോലും സ്ഥാനം കിട്ടുമോ? ഈ പേടിയിൽ വളരെ ഉത്കണ്ഠയോടെ, ആകുലതയോടെ ജോസഫ് ആ നസറത്തിലെ ഭവനത്തിലേക്ക് വരികയാണ്. ജോസഫിനെ കണ്ടപ്പോൾ തന്നെ മേരിക്ക് തോന്നി ഇവന് ഒത്തിരി ആകുലതയും ഉത്കണ്ഠയുമാണ്. പരിശുദ്ധ കന്യാമറിയം ചോദിക്കുന്നുണ്ട്, നീ അസ്വസ്ഥനായി കാണുന്നല്ലോ, നിന്നെ ഏതെങ്കിലും കാരണത്താൽ എനിക്ക് സഹായിക്കാൻ പറ്റുമോ? അപ്പോൾ ജോസഫ് പറയുന്നത്, നീ എന്നെ എപ്പോഴും സഹായിക്കും. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം അത് നമ്മുടെ പരിധിയിൽ വിട്ടുള്ള പ്രശ്നമാണ്. അത് നിന്നെ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ പരിശുദ്ധ കന്യാമറിയം ചോദിക്കുകയാണ്, അതെന്താണ്? അപ്പോൾ വിശുദ്ധ യോസേപ്പ് ഈ രാജ്യശാസനത്തിൻ്റെ ജനസംഖ്യയുടെ കണക്കെടുക്കുന്ന അതിനെ കുറിച്ച് പറയുമ്പോൾ, ബേത്ലഹേമിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ മേരി ഹൃദയത്തിൽ നിന്ന് ഒരു സന്തോഷത്തിൻ്റെ ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയാണ്, ഓ ദൈവമേ. അപ്പോൾ ജോസഫ് വിചാരിക്കുന്നത് അവിടെ ആ ഞെട്ടലുകൊണ്ടാണ്. പക്ഷേ പരിശുദ്ധ കന്യാമറിയം അതിനെക്കുറിച്ച് കാണുന്നത് വിശുദ്ധ ലിഖിതത്തിലെ പ്രവാചകന്മാരിൽ എല്ലാം പറഞ്ഞിട്ടുള്ള ആ ബേത്ലഹേം പട്ടണത്തെക്കുറിച്ചാണ്. റാഫേലിൽ നിന്ന് ഒരു നക്ഷത്രം ഉയരും, അതുപോലെ എപ്പഴത്തായിൽ നിന്ന് രക്ഷകൻ ഉത്ഭവിക്കും. ഇതെല്ലാം പ്രവാചകന്മാർ പറഞ്ഞത് പരിശുദ്ധ കന്യാമറിയം കാണുകയാണ്. അപ്പോൾ അവൾ ആ സന്തോഷത്തിൻ്റെ നിറവിൽ അവൾക്ക് ബാഹ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആ ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആ യാത്രയോ അവിടെ കിട്ടുമോ എന്ന് സംശയിക്കുന്ന ആ സൗകര്യങ്ങളോ ഇതൊന്നും അവൾക്ക് പ്രശ്നമല്ല. അപ്പോൾ പരിശുദ്ധ കന്യാമറിയം പറയുകയാണ്, തീർച്ചയായിട്ടും സമയമായതുപോലെ അനുഭവപ്പെടുന്നു. പക്ഷേ
ദൈവത്തിൻ്റെ തീരുമാനമല്ലേ? ദൈവം പറഞ്ഞിട്ടുള്ളത് തന്നെ പൂർത്തീകരണമല്ലേ? യോസഫിന് അല്പം അയവ് വരികയാണ്. പിന്നെയും അവൻ ആകുലപ്പെടുന്നത് നമുക്കവിടെ വീടില്ല, സൗകര്യങ്ങളില്ല, അവിടെയാണ് ശിശു ജനിക്കുന്നതെങ്കിൽ നമ്മൾ തീർത്തും ഒന്നുമില്ലാത്തവരല്ലേ? അപ്പോൾ പരിശുദ്ധ കന്യാമറിയം പറയുന്നുണ്ട്, അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. മൃഗങ്ങളെ പോലും ദൈവം പരിപാലിക്കുമ്പോൾ സ്വർഗദൂതന്മാരെ വിട്ട് അതിൻ്റെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷണം നൽകില്ലേ? ഇവിടെ നമ്മൾ കാണുന്നത് വിശുദ്ധ യൗസേപ്പ് നീതിമാനാണ്, വിശുദ്ധനാണ്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാൻ ആഗ്രഹിക്കാത്തവനാണ്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും അവനൊരു പുരുഷനാണ്. അവൻ ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുന്നു, മനുഷ്യനെ പോലെ കാണുന്നു. പക്ഷേ പരിശുദ്ധ കന്യാമറിയം വ്യത്യസ്തമായി കാണുന്നു. അതാണ് കൃപ നിറഞ്ഞ ഒരു കാഴ്ചപ്പാട്. അവൾ കാണുന്നത് ബുദ്ധിമുട്ടുകളല്ല, ദൈവത്തിൻ്റെ ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണം, അതാണ് അവൾ കാണുന്നത്. അങ്ങനെയാണ് അവർ നസ്രത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. അപ്പോൾ യോസഫിന് ക്രമേണ അവൻ്റെ ഉത്കണ്ഠയും ആകുലതയും എല്ലാം മാറി അവൻ ആ ഒരു ബോധ്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, നീ എല്ലാം കൃപയിൽ കൂടി കാണുന്നു, ഞാൻ സാധാരണ ഒരു മനുഷ്യനെ പോലെ കാണുന്നു, ഞാൻ നിന്റെ ദാസിയാണ്, നിന്നാൽ നയിക്കപ്പെടേണ്ടവനാണ്. അങ്ങനെയാണ് അവര് ബേത്ലഹേമിലേക്ക് യാത്രയാകുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ ആത്മീയമായിട്ട് വളർന്നാൽ പോലും ആ കൃപ നിറഞ്ഞ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും, ലോകത്തിൻ്റെതല്ലായിരിക്കും. കാരണം അവിടെ എല്ലാം കാണുന്നത് ആത്മീയമായിട്ടുള്ള ദൈവത്തിൻ്റെ ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണമായിരിക്കും. എന്നിട്ട് പരിശുദ്ധ കന്യാമറിയം കുടുംബജീവിതക്കാർക്ക് വേണ്ടി ഒരു സന്ദേശം പോലെ പറയുന്നുണ്ട്. നമ്മൾ കുടുംബത്തിൽ ഒരാളും ആധിപത്യം സ്ഥാപിക്കുകയല്ല, അവിടെ പരസ്പര സ്നേഹത്തിൻ്റെ, ആ കരുതലിൻ്റെ, ആ ഉയർത്തലിൻ്റെ, അതെല്ലാം. കാരണം പുരുഷനും സ്ത്രീയും അവരുടെ മനഃശാസ്ത്രം വിഭിന്നമാണ്. അപ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് ഒരു സഹായം, ശക്തി നൽകുന്ന ഒരു അന്തരീക്ഷം പലപ്പോഴും കുടുംബജീവിതത്തിൻ്റെ ആ ഐക്യത്തിനെ പൊട്ടിക്കുന്നത്, തളർത്തുന്നത് അത് ഇതുതന്നെയാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇപ്പം നമുക്ക് ഈ ആന്തരിക സംഘടനം, പുറത്തുനിന്നുണ്ടായ സംഘടനം, അതിനെ പരിശുദ്ധ കന്യാമറിയവും വിശുദ്ധ യൗസേപ്പും എങ്ങനെ സഹകരിച്ച് അതിനെ ഇല്ലാതാക്കി, അതിനെക്കുറിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ ദൗത്യങ്ങളിലുമെല്ലാം നമുക്ക് കൂടുതൽ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.